ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിക്കുന്നത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. 2025 ജനുവരി 5-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഒരു നിയമനമാണ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായിട്ട് നിയമിതനായ മലയാളി ആരാണെന്നുള്ളതാണ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായിട്ട് നിയമിതനായ മലയാളി AS രാജീവാണ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി AS രാജീവ്. 2024 അർജുന അവാർഡ് നേടിയ മലയാളി താരം ആരാണ്? 2024 അർജുന അവാർഡ് നേടിയ മലയാളി താരം സാജൻ പ്രകാശ്. 2024 അർജുന അവാർഡ് നേടിയ മലയാളി താരം സാജൻ പ്രകാശ്. കേരള സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? സ്മാർട്ട് ആപ്പ്. കേരള സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പുതിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് സ്മാർട്ട് ആപ്പ്. രാജ്യത്തെ ആദ്യ റോബോട്ടിക് ഗേറ്റർ പീഡിയാട്രിക് സ്ഥാപിച്ചത് എവിടെയാണ്? രാജ്യത്തെ ആദ്യ റോബോട്ടിക് ഗേറ്റർ പീഡിയാട്രിക് സ്ഥാപിച്ചത് ശ്രീ അവിട്ടം തിരുനാൾ ആശുപത്രി തിരുവനന്തപുരമാണ്. ശ്രീ അവിട്ടം തിരുനാൾ ആശുപത്രി തിരുവനന്തപുരത്താണ് രാജ്യത്തെ ആദ്യ റോബോട്ടിക് ഗേറ്റർ പീഡിയാട്രിക് സ്ഥാപിച്ചത്. HMPV എന്നാൽ എന്ത് തരം രോഗബാധയാണ്? HMPV എന്ന് പറഞ്ഞാൽ ശ്വാസകോശ സംബന്ധമായ ഒരു രോഗബാധയാണ്. HMPV എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഹ്യൂമൻ മെറ്റാപ്പ് ന്യൂമോ വൈറസ് ആണ് HMPV. ഹ്യൂമൻ മെറ്റാപ്പ് ന്യൂമോ വൈറസിനെയാണ് HMPV എന്ന് പറയുന്നത്. ഇത് അടുത്തിടെ വന്നൊരു വൈറസ് രോഗമാണ്. ആദ്യമായിട്ട് ഈ വൈറസിൻ്റെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്ത രാജ്യം അത് ചൈനയാണ്. അതൊരു ശ്വാസകോശ സംബന്ധമായ രോഗബാധയാണ്. HMPV വൈറസ് എന്ന് പറഞ്ഞാൽ ഒരു ശ്വാസകോശ സംബന്ധമായ രോഗബാധയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത്? സംസ്ഥാന സർക്കാരിൻ്റെ 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംസ്ഥാന സർക്കാരിൻ്റെ 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. പനയുൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിന് ഭിന്നശേഷിക്കാർക്ക് ബാങ്കുകൾ ഒരുക്കി നൽകുന്ന പദ്ധതിക്ക് പറയുന്ന പേരാണ് ഇടം. പനയുൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിന് ഭിന്നശേഷിക്കാർക്ക് ബാങ്കുകൾ ഒരുക്കി നൽകുന്ന പദ്ധതിയാണ് ഇടമെന്ന് പറയുന്നത്. 18-ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ഏറ്റവും കൂടിയ മണ്ഡലം? 18-ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ഏറ്റവും കൂടിയ മണ്ഡലം അത് ആസാമിലെ ധുബ്രിയാണ്. 92.3% പോളിംഗ്. ഏറ്റവും പോളിംഗ് കുറഞ്ഞ മണ്ഡലം അത് ജമ്മു കാശ്മീരിലെ ശ്രീനഗറാണ്. 38.7% പോളിംഗ് ഉണ്ടായിരുന്നത്. അർബുദ രോഗബാധയുള്ള കോശങ്ങളെ കണ്ടെത്തി നശിപ്പിക്കുന്ന ടാർഗറ്റഡ് ക്യാൻസർ തെറാപ്പിക്ക് കുത്തിവയ്ക്കാവുന്ന ഹൈഡ്രജൻ വികസിപ്പിച്ചത്? അർബുദ രോഗബാധയുള്ള കോശങ്ങളെ കണ്ടെത്തി നശിപ്പിക്കുന്ന ടാർഗറ്റഡ് ക്യാൻസർ തെറാപ്പിക്ക് കുത്തിവയ്ക്കാവുന്ന ഹൈഡ്രോജൻ വികസിപ്പിച്ചത് IIT ഗുവാഹത്തിയാണ്. IIT ഗുവാഹത്തി. കൊൽക്കത്തയിലെ ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെയും കൂടി സഹകരണത്തോടു കൂടിയാണ് ഗവേഷണം നടക്കുന്നത്. താങ്ക് യു.